ഇന്ന് ക്രിസ്തു പഴയ നിയമത്തിലെ ഒത്തിരി നിയമങ്ങളെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. പാരമ്പര്യമായി അവർ കൈമാറിക്കൊണ്ടിരുന്ന ചില രീതികളെ ക്രിസ്തു മാറ്റിപ്പിടിച്ചു. അതിലെ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെയാണ്. കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു പുതിയൊരു ആഡിങ് നടത്തി ഇങ്ങനെയാണ്: നിങ്ങൾ കൊല്ലുകയൊന്നും വേണ്ട, എന്നാൽ നിങ്ങളുടെ സഹോദരനോട് കോപിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായിത്തീരും. ഇങ്ങനെ ഒരു സഹോദരന് വേണ്ടി, മറ്റുള്ളവന് വേണ്ടി ക്രിസ്തു സംസാരിക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്ന വളരെ മനോഹരമായൊരു കാര്യം: നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും വിരോധം നിങ്ങളോടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി മാപ്പ് ചോദിക്കണം. നിങ്ങൾക്ക് അവനോട് വിരോധം ഉണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. അവന് നിങ്ങളോട് എന്തെങ്കിലും അകൽച്ചയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ പോയി സോറി ചോദിക്കണം, റെക്കൺസിൽഡ് ആവണം, എന്നിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കണം. ക്രിസ്തു എല്ലാം പറഞ്ഞു വരുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ്. റിലേഷൻഷിപ്പ് ഒരിക്കലും തകരരുത്, സോറി ചോദിക്കണം. ഇതാണ് ക്രിസ്തുവിൻ്റെ മനോഹരമായ ഇന്നത്തെ പാഠം. അതിനുവേണ്ടി ക്രിസ്തു പറയുന്ന ഏറ്റവും മനോഹരമായ ചിന്ത 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. ഈ 70 എന്ന് പറയാൻ കാര്യം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും: കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയായിരുന്നുവെങ്കിൽ ലാമാക്കിൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരുന്നു. എന്നുവെച്ചാൽ തലമുറകൾ കഴിയും തോറും പ്രതികാരം കൈമാറപ്പെടും. 5-ാമത്തെ തലമുറയിൽ എത്തുമ്പോൾ അത് 7 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് തലമുറകളോളം കൈമാറപ്പെടുന്ന പ്രതികാരം അത് മനുഷ്യനെ എല്ലായ്പ്പോഴും ഇരട്ടിക്കുന്ന പ്രതികാരത്തിലേക്കും ദേഷ്യത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയെ ക്ഷമയുടെ ഒരു പാഠം പഠിപ്പിച്ചു, സഹോദരനെ തിരിച്ചു കൊണ്ടുവരേണ്ട പാഠം പഠിപ്പിച്ചു. അതിൽ ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞു: നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണം. എന്തുകൊണ്ട് ക്ഷമിക്കണം എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അത് സ്നേഹത്തിന് വിരോധമായ ഒന്നായിത്തീരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്നേഹത്തെ നിങ്ങൾ എന്തിൻ്റെ പേരിൽ വ്യാഖ്യാനിക്കാൻ വിചാരിച്ചാലും അത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മുകളിൽ പണിയപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിനെതിരായി തീരുന്ന ഒന്നാണ് ഈ പ്രതികാരം. അതുകൊണ്ട് ക്രിസ്തു ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സഹോദരനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാനാകും? ക്രിസ്തു വളരെ കൺസേൺ ആകുന്നൊരു കാര്യം രണ്ടുപേർ സംസാരിക്കുന്ന കാര്യത്തിൽ കൂടിയാണ്. എമ്മാവൂസിലേക്ക് പോയ 2 പേര് അവരോട് ക്രിസ്തു ചോദിച്ചതാണല്ലോ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 2 പേരുടെ ഇടയ്ക്കുള്ള വാക്കുകളും പ്രവൃത്തികളെയും കുറിച്ച് ക്രിസ്തു വളരെ കൺസേൺഡ് ആണ്, വളരെ കൃത്യമാണ്. പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം മനസ്സിലാക്കണമെന്നും ക്ഷമ ചോദിക്കണമെന്നും എന്നൊക്കെ ക്രിസ്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 പേർക്കിടയിൽ ഉണ്ടാകുന്ന ചേർത്ത് വെക്കേണ്ട സ്നേഹത്തിൻ്റെ പാഠങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിനകത്ത് മക്കൾ, മാതാപിതാക്കൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ പരസ്പരം ക്ഷമ ചോദിക്കുന്നതും കണ്ടു വളരണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പിന്നീട് ക്ഷമ നൽകുവാനും ക്ഷമ ചോദിക്കാനുള്ള മനസ്സോടുകൂടി വളരുകയുള്ളൂ. നമ്മൾ എല്ലാം കാച്ചിക്കുറുക്കി നോക്കുകയാണെങ്കിൽ സ്നേഹത്തിനെതിരായി ആരൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതെല്ലാം പ്രതികാരത്തിൻ്റെയും വാശിയുടെയും ഒക്കെ പാഠങ്ങളാണ്. ഇന്ന് ഈ ഭൂമിയിലെ എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നതിന് കാരണം ഉള്ളിൽ വിദ്വേഷം സൂക്ഷിച്ചതിൻ്റെയും വൈരാഗ്യം സൂക്ഷിച്ചതിൻ്റെയും കഥയാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹം നഷ്ടപ്പെടാതെ എല്ലാവരുടെ ഉള്ളിലും സൂക്ഷിക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ കഥ എല്ലാവരും പരസ്പരം പറയാൻ ബാധ്യസ്ഥരും കൂടിയാണ്. ഇന്നത്തെ സുവിശേഷം 2 പേരുടെ കൂട്ടിച്ചേർക്കലാണ്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർത്ത് ക്രിസ്തു പറഞ്ഞു, ഇനി എല്ലാ നിയമങ്ങളും റീകൺസ്ട്രക്ട് ചെയ്യണം. പരസ്പരം നോട്ടം കൊണ്ടുപോലും പാവം ചെയ്യരുത്, സ്നേഹം കൊണ്ട് നിങ്ങൾ പണിതുയർത്തണം. അങ്ങനെ ഒരു സ്നേഹത്തിന് ക്രിസ്തുവിൻ്റെ മുഖമുണ്ട്, മണമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.